കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഗംഗാവാലി നദിയിലും നദീതീരത്തുമാണ് തെരച്ചിൽ നടത്തുന്നത്. പുഴയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടപെട്ടുണ്ടാകുന്ന ശക്തമായ മഴയും ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കും തെരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സന്തോഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സന്തോഷ്, ഈ പുഴയിലെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുകയാണ്? ശക്തമായ മഴയുണ്ടോ? അതോടൊപ്പം തന്നെ ഈ നദിയിലെ അടിയൊഴുക്കൊക്കെ തെരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ബിനു, ഗംഗാവാലി നദിയിലെ ശക്തമായ അടിയൊഴുക്കും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ മഴയുമാണ് ഈ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നത്. മഴയെ തുടർന്ന് നേരത്തെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും നദിയിലെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഒന്ന്, നേരത്തെ തകർന്നുപോയ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്ന ആ സ്ഥലം, അവിടെ മണ്ണ് വന്നടിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ നദിയിൽ മണ്ണ് അടിഞ്ഞുകൂടി മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. സൈന്യവും നേവിയും തിരച്ചിലുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ ഏജൻസി ഉൾപ്പെടെ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തിരച്ചിലിൽ ഇതുവരെ പുരോഗതിയൊന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഈ നദിയിൽ നിന്ന് തന്നെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. 40 മീറ്റർ തീരത്ത് നിന്നും മാറിയുള്ള സ്ഥലത്താണ്. അവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ കൂടി നടക്കുന്നുണ്ട്. നേവി നദിയിൽ തിരച്ചിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നേരത്തെ അല്പസമയം മുമ്പ് ഈ കാർവാർ MLA സതീഷ് സെയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു പ്രത്യേക സംവിധാനം, ഒരു ബൂം മെഷീൻ എത്തുന്നുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെ തിരച്ചിലിന് ആ യന്ത്രത്തിൻ്റെ സഹായം ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 60 അടി താഴ്ചയിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ബൂം മെഷീനാണ് എത്തിക്കുന്നത്. അത് റോഡ് മാർഗം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുഴയിൽ പരിശോധന നടത്തുന്നതിന് സഹായകരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാർവാർ MLA മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ടാങ്കർ സ്ഫോടനമുണ്ടായി എന്നുള്ള രീതിയിൽ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റായ പ്രചരണമാണെന്നും അത്തരത്തിലുള്ള ഒരു സ്ഫോടനവും ഉണ്ടായിട്ടില്ല എന്നും കൂടി MLA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക് ലൈൻ പൊട്ടി വെള്ളത്തിൽ പതിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു പൊട്ടിത്തെറിയാണ്, അല്ലാതെ ടാങ്കർ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് MLA സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ ഈ നദിയും അതോടൊപ്പം തന്നെ നദിയുടെ തീരത്തും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു പുരോഗമിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്നും MLA-മാരായ സച്ചിൻ ദേവും ലിൻഡോ ജോസഫും എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എത്തി ജില്ലാ കളക്ടറൊക്കെയായി സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അവിടെ എത്തി സന്ദർശനം നടത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഏതായാലും ആ രീതിയിൽ തിരച്ചിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് നേരിട്ട് അറിഞ്ഞതിന് ശേഷം അവർ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും ഈ പ്രദേശത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മഴയും ഈ പറയുന്ന ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കും ഈ തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ബിനു, സന്തോഷ്, അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതികവിദ്യ, ആധുനിക ഉപകരണങ്ങൾ ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണോ നടക്കുന്നത്? അതോടൊപ്പം തന്നെ തെരച്ചിൽ ഇനിയിപ്പോൾ വൈകുമ്പോൾ, അതായത് വെളിച്ചം ഇരുട്ട് വ്യാപിക്കുമ്പോൾ തെരച്ചിൽ തുടരുമോ? അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല ബിനു, അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ നിർത്തും. സാധാരണഗതിയിൽ ഒരു 6:30 തിരച്ചിൽ അവസാനിപ്പിക്കുന്നുണ്ട്. മഴ കൂടി ശക്തമാവുകയാണെങ്കിൽ നേരത്തെ തിരച്ചിൽ അവസാനിപ്പിക്കും. ഇപ്പോൾ തന്നെ നേരത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നാളെ വീണ്ടും ഈ ബൂം മെഷീൻ്റെ സഹായത്തോടു കൂടി മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടത്താനാണ് ആലോചിക്കുന്നത്. ഇന്ന് ഇതുവരെയും നടത്തിയിട്ടുള്ള തിരച്ചിലിൽ യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭ്യമായിട്ടില്ല. ഏതായാലും കൃത്യമായും ഈ കാർവാർ MLA നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പ്രകാരം കൃത്യമായ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നേവിയും അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ സ്കൂബ ഡൈവേഴ്സിനുൾപ്പെടെ ഈ കനത്ത അടിയൊഴുക്ക്, ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് കാരണം അസാധ്യമാകുന്ന, വളരെ ദുഷ്കരമായി ആണ് തിരച്ചിൽ നടത്തുന്നത്. അവർക്ക് ഈ കനത്ത മഴയും അടിയൊഴുക്കുമാണ് സ്കൂബ
ഡൈവേഴ്സിനുൾപ്പെടെ തിരച്ചിൽ നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവിട്ട അതിശക്തമായ കാറ്റും മഴയുമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ സമയത്ത് പലപ്പോഴും ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഇനി ഇന്ന് കൂടുതൽ തിരച്ചിൽ പുരോഗതി കൈവരിക്കാനുള്ള സാധ്യത ഇന്നില്ല. തിരച്ചിൽ വീണ്ടും നാളെ പുനരാരംഭിക്കുകയാണ് ചെയ്യുക. ഇപ്പോഴേതായാലും ഈ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ബിനു. സന്തോഷ്, ഈ തെരച്ചിലിൽ എന്തെങ്കിലും സാധ്യതകൾ, അതായത് അർജുനെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ലോറി കണ്ടെത്താനുള്ള എന്തെങ്കിലും സാധ്യതകൾ എന്താണ് അവർ പറയുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് റോഡിൻ്റെ ഒരു ഭാഗത്ത് ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ഭാഗത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ ഭാഗത്തെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അവിടെ 100 മണ്ണ് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. അവിടെ ലോറി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി ആ ഭാഗത്തെ മണ്ണ് മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. അതിനുശേഷം ഇപ്പോൾ നദിയുടെ തീരത്തും, അതായത് ഈ നദിയുടെ തീരത്തും നദിയിലും തിരച്ചിൽ നടത്തുന്നത്. ഈ നദീതീരത്തേക്ക് ധാരാളമായി മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അവിടെ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നിപ്പോൾ ഈ റഡാർ ഉപയോഗിച്ച്, അതായത് ഡീപ്പ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ നദിയുടെ തീരത്ത് നിന്നും 40 മീറ്റർ മാറി ഒരു മെറ്റൽ സിഗ്നൽ കിട്ടിയിരുന്നു. എന്നാൽ അവിടെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കൂടുതൽ മറ്റ് സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇനിയും അവിടെ ധാരാളം പരിശോധന നടക്കേണ്ടതുണ്ട്. അവിടെ മണ്ണുമാറ്റി, നദിയിലെ മണ്ണുമാറ്റി പരിശോധന നടത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. അത് വളരെ പതിയെ മാത്രമേ നടക്കുന്നുള്ളൂ. കരയിലെ മണ്ണ് കോരി മാറ്റുന്നത് പോലെ നദിയിലെ മണ്ണ് മാറ്റുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ബൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അത്തരത്തിൽ തിരച്ചിൽ നടത്താം എന്നുള്ള ആലോചനയാണ്. നാളെ ഇന്ന് എത്തേണ്ടതായിരുന്നു. അത് റോഡ് മാർഗം പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ റോഡ് മാർഗമാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് പല തടസ്സം നേരിട്ടത് കൊണ്ട് വൈകി എന്നാണ് കാർവാർ എം എൽ എ പറഞ്ഞത്. അത് രാത്രിയോടുകൂടി